എല്ലാവർക്കും നമസ്കാരം. നവരാത്രിയാണ്. എല്ലാവർക്കും നവരാത്രിയെക്കുറിച്ചറിയാം. നമ്മൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. നവരാത്രി ഒരുപാട് ചാനലിൽ നമുക്ക് നവരാത്രിയുടെ ഒരുക്കങ്ങളും അതിൻ്റെ അകത്തെ ജപരീതികളും അതുപോലെ തന്നെ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതും ഓരോ ദിവസം ദേവിക്ക് എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടതെന്നും ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ കൂടുതൽ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ന് നവരാത്രിയുടെ 3-ാം ദിവസം. നവദുർഗാഭാവങ്ങളിൽ 3-ാമത്തെ ഭാവമാണ് ചന്ദ്രഖണ്ഡ. ചന്ദ്രഖണ്ഡ എന്ന് പറഞ്ഞാൽ ചന്ദ്രമണി ധരിച്ചവളെന്നാണ്. ധീരതയുടെയും സൗന്ദര്യവും ഒത്തിണങ്ങിയ ദേവിയാണ് ചന്ദ്രഖണ്ഡ. അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവി കൂടിയാണ് ചന്ദ്രഖണ്ഡ. ഭക്തർക്ക് ദേവി വളരെ സൗമ്യയാണെങ്കിൽ കോപം വന്നാൽ ഉഗ്രരൂപിണിയുമാകും. അപ്പം നമ്മൾ ഈ നവദുർഗമാരെ, ഈ നവദുർഗയുടെ 9 ഭാവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എന്താണ്? നമ്മൾ ദേവിയെ ഭക്തിപൂർവ്വം സ്ഥിരമായി സ്മരിക്കുന്നവർക്ക്, സ്ഥിരമായി സ്തുതിക്കുന്നവർക്ക് യാതൊരുവിധ ആപത്തുകളും ഉണ്ടാകുകയില്ല. ശരണാഗതനായ ഭക്തനെ ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെയാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ദുർഗാദേവി നമ്മുടെ അമ്മയാണ്, ഈ വിശ്വമാതാവാണ്. അപ്പോൾ ഈ വിശ്വത്തിലുള്ള എല്ലാ മക്കളെയും അമ്മ പരിപാലിക്കുന്നു. എങ്ങനെ? സ്നേഹത്തോടെ. അതെങ്ങനെ വേണം? നമ്മൾ കൃത്യമായി നിത്യവും നമ്മൾ ഏകാഗ്രതയോടെ അമ്മയെ ഭജിക്കണം. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഭജിക്കുന്നുണ്ട്, അങ്ങനെയല്ല. നമ്മൾ ഈ ദേവീ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഭജിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അമ്മ നമ്മുടെ ഭവനങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അമ്മയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അമ്മയെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത് എന്ന് മക്കളാണ് തീരുമാനിക്കേണ്ടത്. അമ്മയ്ക്ക് എന്ത് കൊടുത്താലൊക്കും, എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കരുത് എന്നൊന്നും ഒക്കെ നമ്മുടെ ചിന്തയാണ്. അപ്പം അമ്മമാർക്കൊന്നും കൊടുക്കരുതെന്നല്ല നമ്മുടെ ചിന്ത. അമ്മമാർക്ക് എന്ത് കൊടുത്താലും നമുക്ക് മതിയാകത്തില്ല. അങ്ങനെ ഉള്ളപ്പോൾ അമ്മ എന്ത് ചെയ്യൂ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് യാതൊരാപത്തും വരരുതോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് കൊടുക്കാമെന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് അമ്മ ഇങ്ങോട്ട് തരുന്നത്. അപ്പം നമ്മൾ എന്ത് കൊടുത്താലും അമ്മയ്ക്ക് സന്തോഷമാണ്. എന്ത് കൊടുത്താലും, ഒരു പൂവ് കൊടുത്താലും സന്തോഷമാണ്, ഒരു ഇച്ചിരി പഞ്ചസാര കൊടുത്താലും അമ്മയ്ക്ക് സന്തോഷമാണ്, ഒരു നെയ്ദീപം കൊളുത്തുകയാണെങ്കിൽ അതിലേറെ സന്തോഷം, മണമുള്ള പൂക്കൾ കൊടുത്താൽ അതിൽ സന്തോഷം, പഴങ്ങൾ കൊടുത്താൽ സന്തോഷം, എന്താണ് മധുരമുള്ളത് കൊടുത്താൽ സന്തോഷം, എല്ലാം അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഈ നവദുർഗകളെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈ ദേവീ മാഹാത്മ്യത്തിലെ ദേവീ കവചത്തിനകത്തെ 3 തൊട്ട് 8 വരെയുള്ള കവച സ്തോത്രങ്ങൾ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ഈ 9 പേരെയും നമുക്കൊന്നിച്ച് ഓർക്കാനും സ്മരിക്കാനും സ്തുതിക്കാനും കഴിയും. അപ്പം നമുക്ക് ദിവസവും ഇത് ചൊല്ലി ഈ കവച സ്തോത്രം ചൊല്ലി തന്നെ നമുക്ക് ദേവിമാരെ ആരാധിക്കാം. ദുർഗാദേവിയെ നമുക്ക് ഇങ്ങനെ പ്രകീർത്തിക്കാം. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനീ ച, സപ്തകം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിതാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത, ഉക്ത്യാന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന, അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യഗതോരണേ, വിഷമേ ദുർഗമേ ചൈവ ഭയാർത്ത ശരണം ഗത, ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ, നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി, യസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തോഷാമൃദ്ധി പ്രജായതേ. അപ്പോൾ നമ്മൾ ദിവസവും ഈ കവച സ്തോത്രം ചൊല്ലുമ്പോൾ, കവചം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്? ഒരു കവചമാണ്, ഒരു രക്ഷയാണ്, രക്ഷാ കവചമാണ്. ദേവീ മഹാത്മ്യത്തിലെ ദേവീ കവചം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയാണ്. അപ്പം നമ്മൾ ഈ 9 ദിവസവും, പ്രത്യേകിച്ച് ഈ 9 ദിവസം നമുക്ക് ദിവസവും ചൊല്ലിയാൽ അത്രയും നല്ല കാര്യം, അത്രയും വലിയ പുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ നവരാത്രി ദിവസമെങ്കിൽ ഈ 9 ദിവസവും ഇത് കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്, പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അതിശ്രേഷ്ഠമാണ്. പറയുന്ന എനിക്ക്, കേൾക്കുന്ന നിങ്ങൾക്കും അതീവ ശ്രേഷ്ഠമാണ്. ഈ നവരാത്രി കാലത്തിൽ ഈ നവദുർഗകളെ ഒന്നിച്ച് സ്തുതിക്കുക എന്ന് പറയുന്നത്.
അപ്പം നമുക്കറിയാം നമ്മൾ ഈ അമ്മയെ ദുർഗാദേവി നമ്മുടെയൊക്കെ ഭവനങ്ങളിലുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടതുപോലെയുള്ള എന്താ പറയുന്നത്, അമ്മയ്ക്ക് എന്ത് കൊടുത്താലും ഒരമ്മ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? അമ്മയ്ക്ക് ആദ്യമേ സന്തോഷത്തോടുകൂടി അമ്മയെ സ്വീകരിക്കുക, പിന്നെ അമ്മയ്ക്ക് നല്ലൊരു ഇരിപ്പിടം ഉണ്ടാക്കുക, നല്ലപോലെ വേണ്ടതെല്ലാം കൊടുക്കുക. അത് പാനീയമായിട്ടായാലും ഭക്ഷണമായിട്ടായാലും എന്തായാലും അമ്മ സ്വീകരിക്കും. സുഗന്ധം ഒത്തിരി ഇഷ്ടപ്പെടുന്ന അമ്മയാണ്. അപ്പോൾ ധൂപദീപങ്ങളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. നെയ്ദീപം അമ്മയ്ക്ക് ഇഷ്ടമാണ്. നല്ല മണമുള്ള പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുക. നമുക്ക് എന്താണോ പറ്റുന്നത് അത് കൊടുക്കുക. പാലാണോ കൊടുക്കാൻ പറ്റുന്നത്, തേനാണോ, നെയ്യാണോ, പഞ്ചസാരയാണോ, പായസമാണോ, എന്തും അമ്മ സ്വീകരിക്കും. അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന്. ഞാൻ കൊടുക്കുന്നുണ്ട്. നെയ്യ് സമർപ്പിച്ചു, പഞ്ചസാര സമർപ്പിച്ചു, പഴം സമർപ്പിച്ചു, പാല് സമർപ്പിച്ചു. അപ്പം എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് സമർപ്പിച്ച് ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നവരാത്രി ദിവസം ഞാൻ എന്തൊക്കെയാണ് സമർപ്പിച്ചതെന്ന് കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ കാര്യം, ഈ ദേവീസ്തുതി പറയാൻ കഴിയുന്നതാണ് എനിക്ക് ദേവിയിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. എനിക്ക് ദേവിയിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദേവീനാമങ്ങൾ ദിവസവും പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് യാതൊരു തടസ്സവും കൂടാതെ പറയാൻ അമ്മ എന്നെ അനുഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് അതീവ ഭാഗ്യം. അമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം സാധാരണയായ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നവരാത്രിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലുണ്ട്. നമ്മൾ ഫോൺ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ചാനലിലും ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അമ്മയെ പ്രാർത്ഥിക്കേണ്ടത്. അമ്മയെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ദേവിയെ സ്തുതിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏകാഗ്രതയോടെ നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ അമ്മ നമുക്ക് വേണ്ടതെല്ലാം തരും. ഒരു ആപത്തിലും നമ്മളെ പെടുത്തത്തില്ല. നമുക്ക് വേണ്ട ധനധാന്യ സമൃദ്ധിയെല്ലാം അമ്മ തന്നുകൊള്ളും. അപ്പം എന്താ പറയുന്നത്, നിങ്ങൾ നവരാത്രി കാലത്ത് അമ്മയെ പ്രകീർത്തിക്കുക. പറ്റുന്ന പോലെ അമ്മയ്ക്ക് എന്ത് വേണേലും കൊടുക്കാം. എന്ത് കൊടുത്താലും അമ്മ സ്വീകരിക്കും. പഴങ്ങളായാലും മധുരമായാലും എല്ലാം അമ്മ സ്വീകരിച്ചുകൊള്ളും. നമുക്ക് നമ്മുടെ അമ്മയെ ഈ 9 രാത്രികളിലും അതീവ ഗംഭീരമായിട്ട്, അതീവ ശ്രേഷ്ഠമായിട്ട് നമുക്ക് അമ്മയെ പൂജിക്കാം, അമ്മയെ സ്തുതിക്കാം, അമ്മയെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.